നമ്മൾ 6th ചാപ്റ്റർ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു. ടെക്സ്റ്റ് ബുക്കിലെ കുറേ പ്രോബ്ലം ചെയ്തു. ഇനി അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 87-ലെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1936. എന്ത് വേണം ആദ്യം? ഈ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കാണും. 1936നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 raised to 4 into 11 square root. ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ചെയ്യാത്തത്. 2 raised to 4 into 11 square എന്ന് കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ സ്ക്വയർ റൂട്ട് 1936 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 raised to 4 into 11 square. ഒന്നുകിൽ ഇത് എല്ലാം എഴുതിയിട്ട് സെയിം നമ്പേഴ്സിനെ പെയർ ചെയ്ത് അതിൽ ഒരെണ്ണം താഴേക്ക് എഴുതിയ സ്ക്വയർ റൂട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എക്സ്പോണന്റിന്റെ ഹാഫ് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 2 raised to 4, അപ്പൊ 2 എഴുതി, എക്സ്പോണന്റ് 4, 4ന്റെ ഹാഫ് 2 ഇൻറ്റു നെക്സ്റ്റ് പ്രൈം നമ്പർ 11 എഴുതി, 11ന്റെ എക്സ്പോണന്റ് 2 ആണ്, 2ന്റെ ഹാഫ് 1. അപ്പൊ ആൻസർ 2 raised to 2 എന്ന് പറയുന്നത് 4 ഇൻറ്റു 11, ആൻസർ 44. ഇതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 2 raised to 4 2 into 2 into 2 into 2 into 11 into 11. സെയിം നമ്പറിനെ 2 വീതമുള്ള പെയറാക്കുക. ഇങ്ങനെ പെയറാക്കി, ഇങ്ങനെ പെയറാക്കി, പെയറാക്കി. ഈ രണ്ട് 2ന് ഒരു 2 എടുത്തു സ്ക്വയർ റൂട്ടിലേക്ക്. നെക്സ്റ്റ് ഒരു 2 എടുത്തു, 11 എടുത്തു. അപ്പോഴും ആൻസർ സെയിം. നെക്സ്റ്റ് 3025 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 square into 11 square root. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3025 എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് 5 square into 11 square. എക്സ്പോണന്റിന്റെ ഹാഫ് എഴുതുമ്പോൾ 5 raised to 2 ആണ്, 2 divided by 2 1. അപ്പോൾ 5 into 11 raised to 2, 2ന്റെ ഹാഫ് 1 ആണ്, അപ്പോൾ 11, ആൻസർ 55. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12,544 ആണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. നമുക്കൊന്ന് വലിയ നമ്പർ ആണ് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 12,544 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ ആണ് 2. 6 into 2 12, 2 into 2 4, 1 ബാലൻസ്. അപ്പോൾ എന്തായി? 14 ആയി. 14ല് 2 7 ടൈം. നെക്സ്റ്റ് 2, നെക്സ്റ്റ് അഗെയിൻ 2, 3 into 2 6, 2 into 1 3 into 2 6, 12ല് 6 ടൈം. അഗെയിൻ 2, 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 into 2 2, 1 ബാലൻസ്. അപ്പോൾ 11 ആയി. 5 into 2 10, ഇവിടെയും 1 ബാലൻസ്. 13ല് 6 into 2 12, 1 ബാലൻസ് 16, അപ്പോൾ 8 വന്നു. അഗെയിൻ ഈവൺ നമ്പർ ആണ് 2. നെക്സ്റ്റ് 7 into 2 14, 1 16ല് 8, 8ല് 4 ടൈം. നെക്സ്റ്റ് അഗെയിൻ ഈവൺ നമ്പർ ഡിവൈഡ് ചെയ്തു. 3 into 2 6, 1 ബാലൻസ്. ആ 1ഉം 8ഉം കൂടുമ്പോൾ 18, 9 into 2 18, 4ല് 2 2 ടൈം. അഗെയിൻ 2, 3ല് 2 into 1 2, 1 ബാലൻസ്. 19ല് 9 into 2 18, 1 12ല് 6, അഗെയിൻ 2. 19ല് 9 into 2 18, 1 ബാലൻസ്. 16ല് 8 into 2 16, അഗെയിൻ 2. നെക്സ്റ്റ് 4 into 2 8, 18ല് 9. ഇനി ഈവൺ നമ്പർ അല്ല, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 9 + 4 13 ആണ്, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ 7. നമുക്കറിയാം 7 into 7 ആണ് 49. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1. അപ്പോൾ 1 2 3 4 5 6 7 8 2s. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 8 into 7 raised to 2. 2 raised to 8 into 7 raised. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 12,544 the square root equal to square root of 2 raised to 8 into 7 square. അപ്പോൾ എക്സ്പോണന്റിന്റെ ഹാഫ് ആക്കുമ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 raised to 4
ഇൻറ്റു 7. 2 raised to 4 എന്ന് പറയുന്നത് 16 into 7. That is equal to 4, 7, 4, 11, 112. അല്ല ഇത് മുഴുവനായിട്ട് എഴുതാണെങ്കിൽ 2 into 2 into 2 into 2 into 8 2s 7 into 7. 2 വീതമുള്ള പെയറാക്കി. നെക്സ്റ്റ് 2 7സും പെയറാക്കി. സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ ഈ രണ്ട് 2ന്ന് ഒരു 2 എടുത്തു ഇൻറ്റു നെക്സ്റ്റ് 2 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 7. അപ്പോൾ 2 raised to 4 into 7. അപ്പോഴെന്ത് കിട്ടും ആൻസർ? 112 ആൻസർ കിട്ടും. ഏത് മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി ഈസി. പേജ് നമ്പർ 87 ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. The area of a square plot is 1024 square meters. What is the length of its sides? ഒരു സ്ക്വയർ പ്ലോട്ടിന്റെ ഏരിയ തന്നിട്ടുണ്ട് 1024. സൈഡിന്റെ ലെങ്ത് കാണാം. നമുക്കറിയാം ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ദാറ്റ് ഈസ് ഗിവൺ 1024. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് 1024 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. സൈഡിന്റെ ലെങ്ത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1024 കിട്ടുക എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ ഒരു നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. ഏരിയ തന്നിട്ട് സൈഡിന്റെ ലെങ്ത് കാണാൻ പറഞ്ഞാല് ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടാൽ എന്ത് കിട്ടും? സൈഡിന്റെ ലെങ്ത് കിട്ടും. സൈഡ് കാണാൻ സൈഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ, സ്ക്വയർ റൂട്ട് ഓഫ് 1024. 1024നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 raised to 10. Square root of 1024 equal to square root of 2 raised to 10. That is equal to exponent 10 ആണ്. 10ന്റെ ഹാഫ് 5. അപ്പോൾ 2 raised to 5. 2 raised to 5 is 32. അപ്പോൾ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 32 മീറ്റർ. അപ്പോൾ ഏരിയ തന്നിട്ട് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയയുടെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a hall, 625 chairs are arranged in rows and columns, with the number of rows equal to the number of columns. The chairs in one row and one column are removed. How many chairs remain? 625 chairs റോയും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ഇതാണ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. ഇങ്ങനെ എഴുതുന്നതാണ് റോസ്, ഇങ്ങനെ എഴുതുന്നത് കോളംസ്. അപ്പൊ ഈ ചെയേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഈക്വൽ നമ്പർ ഓഫ് റോസും ഈക്വൽ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. അങ്ങനെ അറേഞ്ച് ചെയ്തതില് ഒരു റോയും ഒരു കോളമും റിമൂവ് ചെയ്തു. ബാക്കി എത്ര ചെയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 625 ചെയേഴ്സിനെ റോസും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് വരയ്ക്കാൻ എളുപ്പമല്ല. അപ്പൊ നമുക്ക് ചെറിയ നമ്പേഴ്സ് എടുത്ത് നോക്കി നോക്കാം. 25 ചെയേഴ്സിനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താവണം? ആ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആയിരിക്കണം. ഏത് നമ്പർ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 25 കിട്ടുക? 5 into 5 ആണ് 25. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 25 ആണ് 5 into 5. അപ്പൊ നമുക്ക് 5 റോസും 5 കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്താൽ നമുക്ക് 25 ചെയേഴ്സ് കിട്ടും. അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ 25 ചെയേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇതില് 5 റോസ് ആണുള്ളത്. 1 2 3 4 5 റോസ് ആണുള്ളത്. കോളംസ് 1 2 3 4 5 കോളംസും ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 25 ഇല്ലേ? 5 + 5 + 5 + 5 + 5. അപ്പൊ 25 ചെയേഴ്സ് ഉണ്ട്. 25 ചെയേഴ്സിനെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 25 കണ്ടാൽ മതി. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്. അപ്പൊ ഓരോ റോയിലും 5 ആയിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ ചെയേഴ്സ് ഇൻ വൺ റോ ആൻഡ് വൺ കോളം ആർ റിമൂവ്ഡ്. ഇതിലെ ഒരു റോയിലുള്ള
ചെയേഴ്സും ഒരു കോളത്തിലുള്ള ചെയേഴ്സും റിമൂവ് ചെയ്യണം. അപ്പൊ ഒരു റോയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് റിമൂവ് ചെയ്യും. ഒരു കോളത്തിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഇതും. അതിൽ ഒരു നമ്പർ രണ്ടിലും കോമൺ ആയിട്ട് വരും. അപ്പോൾ ഈ കോളമും പോയി, ഈ റോയും പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ചെയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ബാക്കി ഇവിടെ എത്ര ചെയേഴ്സ് ഉണ്ട്? ഇവിടെ 4, ഇവിടെ 4, 4. അതായത് 4 റോസും ഉണ്ട്, 4 കോളംസും ഉണ്ട്. 4 റോസും 4 കോളംസും വരുമ്പോൾ നമുക്ക് എന്ത് വന്നു? 4 × 4 16 ചെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. 25 ചെയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു റോയും ഒരു കോളവും മാറ്റിയപ്പോൾ നമുക്ക് അതിന് മുൻപത്തെ സ്ക്വയർ നമ്പർ 16 ആണ് കിട്ടിയത്. അപ്പൊ അവിടെ ബാക്കി ഉള്ള നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മുൻപത്തെ സ്ക്വയർ നമ്പർ 16 ആണ് കിട്ടിയത്. ഇനി നമ്മൾ 16 ചെയേഴ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 16 ചെയേഴ്സ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? 4 × 4, അതായത് 4 റോസും 4 കോളംസും ആക്കിയാലാണ് ഈക്വൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ആകും. അപ്പൊ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോക്കി നോക്കാം. അതിൽ നിന്ന് ഒരു റോയും ഒരു കോളവും റിമൂവ് ചെയ്തു. ബാക്കി എത്ര ചെയേഴ്സ് ഉണ്ട്? 9 ചെയേഴ്സ്. 9 ചെയേഴ്സ് എന്ന് പറയുന്നത് അത് 3 സ്ക്വയർ ആണ്. 3 വീതാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16 ചെയേഴ്സിന് ഈക്വൽ നമ്പർ ഓഫ് കോളംസും റോസും അറേഞ്ച് ചെയ്തിട്ട് ഒരു റോയും ഒരു കോളവും ഡിലീറ്റ് ചെയ്തപ്പോൾ അതിന് മുന്നത്തെ സ്ക്വയർ നമ്പറാണ് നമുക്ക് ആൻസർ കിട്ടിയത് 9. നമുക്ക് 36 ചെയേഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ 36 ചെയേഴ്സിന് നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര വീതം ഉള്ള റോസും കോളംസും ആക്കണം? 36ന്റെ സ്ക്വയർ റൂട്ട് 6 വീതമുള്ള റോസും കോളംസും ആക്കി. ഒരു റോയും ഒരു കോളും ഡിലീറ്റ് ചെയ്താൽ അവിടെ ബാക്കിയുള്ള നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് അതിന് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ 36ന് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ 25. അപ്പൊ 25 എടുത്തോ നമ്മൾ നോക്കിയതാണ്. 25 ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര റോസും എത്ര കോളംസും വീതം വരണം? 25ന്റെ സ്ക്വയർ റൂട്ട് 5. അപ്പൊ 5 റോസും 5 കോളംസും. അതിൽ ഒരു റോയും ഒരു കോളം റിമൂവ് ചെയ്യുമ്പോൾ അതിന് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും ബാക്കിയുള്ള നമ്പർ ഓഫ് ചെയേഴ്സ്. അപ്പൊ അതിന് മുന്നത്തെ പെർഫെക്റ്റ് സ്ക്വയർ 16 ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും എത്രയായിരിക്കണം? 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആയിരിക്കണം. അതിൽ ഒരു റോയും ഒരു കോളം റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ടാവും? അതിന് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയർ 9 നമ്പർ ഓഫ് ചെയേഴ്സ് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. 625 ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എത്ര നമ്പർ ഓഫ് റോസും എത്ര നമ്പർ ഓഫ് കോളംസും ആണ് വരേണ്ടത്? അതറിയാൻ എന്ത് വേണം? സ്ക്വയർ റൂട്ട് ഓഫ് 625. സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് 25 ആണ്. ഫാക്ടറൈസ് ചെയ്ത് നോക്കാം നമുക്ക്. 25 ആണ്. അപ്പോൾ 25 റോസും 25 കോളംസും ആണ് 625 ചെയേഴ്സ് അറേഞ്ച് ചെയ്താൽ ഉണ്ടാകുക. അതിൽ നിന്ന് ഒരു റോയും ഒരു കോളം ഡിലീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അതിന് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയർ. അതിന് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 24ന്റെ പെർഫെക്റ്റ് സ്ക്വയർ, അതായത് 24 സ്ക്വയർ. 24 × 24 24 സ്ക്വയർ 576. അപ്പൊ ബാക്കി അവിടെയുള്ള നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് 576. 625നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 25. നെക്സ്റ്റ് 24 സ്ക്വയർ 576. അപ്പൊ ബാക്കിയുള്ള നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് 576. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് starting with 1 is 5184. How many odd numbers are added? 1 തുടങ്ങി കുറച്ച് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 5184 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്? അതാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഓഡ് നമ്പർ 1. 1 + 3. 1 + 3 എത്രയാണ്? 4. 4 = 2 സ്ക്വയർ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണിത്.
ഈ ലെസന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാറ്റേൺ. നെക്സ്റ്റ് 1 + 3 പ്ലസ് നെക്സ്റ്റ് ഓഡ് നമ്പർ 5 ഈക്വൽ ടു 9 ഈക്വൽ ടു 3 സ്ക്വയർ. നെക്സ്റ്റ് ഒരു ലൈൻ കൂടി എഴുതി നോക്കാം നമുക്ക്. 1 + 3 + 5 + 7 ഈക്വൽ ടു 16 ഈക്വൽ ടു 4 സ്ക്വയർ. അതായത് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 4 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ 9 ആണ്. അപ്പോൾ 9 കിട്ടണമെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 9 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 16 കിട്ടി. 16 കിട്ടിയാൽ അതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 16ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ 4 ഓഡ് നമ്പേഴ്സ്. കുറച്ച് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 25 കിട്ടിയെന്ന് വിചാരിക്കും. എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തതെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 25ന്റെ സ്ക്വയർ റൂട്ട് കണ്ടു 5. അപ്പോൾ 25 കിട്ടണമെങ്കിൽ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം? 1 തുടങ്ങി 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. 1 പ്ലസ് ഇതുവരെ 16 ആണ്. 16 + 9 25. നമുക്ക് 49 ആണ് ഓഡ് നമ്പേഴ്സിന്റെ സം ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര ഓഡ് നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 49 ഈക്വൽ ടു 7. 1 തുടങ്ങി 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 49 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യന്റെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സം എന്ന് പറയുന്നത് 5184 ആണ്. അതിൽ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 5184. അതിനെ ഫാക്ടറൈസ് ചെയ്യുക, നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് നമുക്ക് നോക്കാം. 5184 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 2 × 2 4, 11 5 × 2 10, 18 9 2, again 2 1 2 × 2 4, 9 × 2 18, 12 6, again 2 6 × 4 × 2 8, 16 8, again 2 3 2 4, again 2 1 12 6 2, again 2 8 1. Next again 3 3 × 21 7, again 3 9 × 3 27, 3 3 3 1. അപ്പോൾ 5184നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 raised to 3 1 2 3 4 5 6 6 into 3 എത്ര ഉണ്ട്? 4 ഉണ്ട്. 3 raised to 4 ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 2 raised to 6ന്റെ ഹാഫ് 3 into 3 raised to 4ന്റെ ഹാഫ് 2, that is equal to 8 × 9 72. 72 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 5184. എല്ലാ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെയും ഓഡ് നമ്പേഴ്സിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നിട്ട് എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തതെന്ന് ചോദിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ഫസ്റ്റ് ഈസ് 5329. വാട്ട് ആർ ദ നമ്പേഴ്സ്? 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സും അതിൽ തന്നെ ആദ്യം എഴുതിയതിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ 5329 കിട്ടും. വാട്ട് ആർ ദ നമ്പേഴ്സ്? നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 20 സ്ക്വയർ പ്ലസ് 20 പ്ലസ് 21 ഈക്വൽ ടു 21 സ്ക്വയർ. ഇത് നമ്മൾ ലെസന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ കൂടെ ആ നമ്പറും അതിന്റെ തൊട്ടടുത്ത നമ്പറും ആഡ് ചെയ്യുമ്പോൾ അടുത്ത സ്ക്വയർ നമ്പർ കിട്ടുന്നു. ഈ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിനൊന്നും ഇങ്ങനെ എഴുതി നോക്കാം. 20 പ്ലസ് 21 പ്ലസ് 20 സ്ക്വയർ ഈക്വൽ ടു 21 സ്ക്വയർ. ക്വസ്റ്റ്യൻ നോക്കാൻ. ദ സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് പ്ലസ് സ്ക്വയർ ഓഫ് ഫസ്റ്റ്, ആദ്യത്തെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21 സ്ക്വയർ ആണ്. വേറെ നമ്പർ നമുക്ക് എടുത്ത് നോക്കാം. 10 സ്ക്വയർ പ്ലസ് 10, ആ നമ്പർ അതിന്റെ തൊട്ടടുത്ത നമ്പർ ഈക്വൽ ടു അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. 11 സ്ക്വയർ എന്ന് പറയുന്നത് 11ന്റെ തൊട്ടു മുൻപത്തെ സ്ക്വയറും അതിന്റെ കൂടെ ആ നമ്പറും 11ഉം ആഡ് ചെയ്തതാണ്. അപ്പൊ ഇവിടുത്തെ നമ്പർ നോക്കുമ്പോൾ 5329
5329 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 73യുടെ സ്ക്വയർ ആണ്. അപ്പൊ 73 സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ 72 സ്ക്വയർ പ്ലസ് 72 പ്ലസ് 73. ഒരു നമ്പറിന്റെ സ്ക്വയർ ഈക്വൽ ടു അതിന് മുൻപത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 72 പ്ലസ് 73. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് രണ്ട് നമ്പേഴ്സ് എന്നാണ്. ഏത് രണ്ട് നമ്പേഴ്സ്? അത് 72ഉം 73ഉം ആണ്. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5329ന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നമുക്ക് ഒരു നമ്പർ കിട്ടും. പിന്നെ അതിന് തൊട്ട് മുൻപത്തെ നമ്പറുമാണ്. അപ്പൊ നമ്പേഴ്സ് ആർ 72 ആൻഡ് 73. ഇത് നമ്മൾ ഈ ഐഡിയ ടെക്സ്റ്റിൽ പഠിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഓൾജിബ്രയിൽ എഴുതി ചെയ്യാം. ഓൾജിബ്രയിൽ എഴുതി നോക്കാം നമുക്ക്. സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എക്സും എക്സ് പ്ലസ് വണ്ണും. അതിന്റെ സമ്മ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് അടുത്തത് എന്താ? സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? എക്സ്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഈ സമ്മാണ് 5329. അപ്പൊ 5329. ഇനി ഇവിടെ ഒരുപോലെയുള്ളത് എക്സ് പ്ലസ് എക്സ് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ 2x പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5329. ഇതെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 5329. എക്സ് സ്ക്വയറിനെ ആദ്യം എഴുതി. ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എവിടെയെങ്കിലും കണ്ടുണ്ടോ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പകരം എന്താ എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് 5329. അപ്പൊ എക്സ് പ്ലസ് 1 എന്തായിരിക്കും? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 5329. ഈ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഇത് 73 ആണ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി സ്ക്വയർ റൂട്ട്. അപ്പൊ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 73 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു 73. 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1 ഈക്വൽ ടു 72. അപ്പോൾ എക്സ് ഈക്വൽ ടു 72ഉം എക്സ് പ്ലസ് 1 ഈക്വൽ ടു 73. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? 72ഉം 73ഉം. അപ്പോഴും രണ്ട് നമ്പേഴ്സ് 72 73 എന്ന് കിട്ടി. ഇത് വേറെ ഐഡിയ, ഇത് ഓൾജിബ്രയിൽ എഴുതുന്നു. ഇത് നമ്മൾ നമ്പർ എടുത്ത് നോക്കി പ്രോബ്ലം ചെയ്തു. ഇതാണെങ്കിൽ ഓൾജിബ്രയിൽ എഴുതി ചെയ്തു. ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു നമ്പറിന്റെ സ്ക്വയറിന്റെ കൂടെ ആ നമ്പറും അതിന് തൊട്ടടുത്ത നമ്പറും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അടുത്ത നമ്പറിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ ഇവിടെ സ്ക്വയർ 5329 തന്നിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപത്തെ സ്ക്വയറും ആ നമ്പറും അതിന്റെ തൊട്ടടുത്ത നമ്പറുമാണ്. അപ്പൊ നമുക്ക് നമ്പർ അപ്പൊ തന്നെ കിട്ടിയത് 72 73 ആണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓൾജിബ്രയിൽ എഴുതി ചെയ്യാം. എങ്ങനെയാ വേണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ ലെസണിലെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം അടുത്ത ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.